മനോഹരമായ ഒരു വനത്തിൽ താമസിച്ചിരുന്ന വളരെ മിടുക്കനായ ഒരു മുയൽക്കുട്ടിയായിരുന്നു ഫിൻ. ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും യാത്രകൾ ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ പരിചയപ്പെടാനുമൊക്കെ അവന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫിൻ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അതിനായി അവൻ തൻ്റെ മുത്തശ്ശി നൽകിയ ബാഗിൽ കുറച്ച് ക്യാരറ്റും അവശ്യ സാധനങ്ങളും എടുത്തുകൊണ്ട് യാത്ര പുറപ്പെട്ടു. 2 ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, പിന്നിടത്തേക്കുള്ളത് വഴിയെ ശേഖരിക്കാം. എത്ര സുന്ദരമായ സ്ഥലമാണിത്! ഓരോ പൂക്കളും കാണാൻ എത്ര മനോഹരമാണ്. നല്ല തണുത്ത വെള്ളം, ദാഹം മാറി. ഇനി അല്പനേരം വിശ്രമിച്ചിട്ടാവാം യാത്ര. എന്താ അവിടെ ഒരു ശബ്ദം? അയ്യോ, ഒരു കുരുവിയല്ലേ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വിഷമിക്കേണ്ട കുരുവിക്കുഞ്ഞെ, ഈ വലയിൽ നിന്നും പുറത്തിറങ്ങാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഫിൻ ആ കുരുവിയെ രക്ഷിച്ച് അതിൻ്റെ തുവലിൽ പറ്റിയിരുന്ന വലയൊക്കെ മാറ്റുവാൻ സഹായിച്ചു. നന്ദി കൂട്ടുകാരാ, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ എന്നും താങ്കളോട് കടപ്പെട്ടവളായിരിക്കും. എൻ്റെ പേര് ഫിൻ. ഞാൻ വനം ചുറ്റിക്കാണാൻ കുറച്ച് ദൂരെ നിന്നും വന്നതാണ്. കുരുവിക്കുഞ്ഞിന് എനിക്ക് വഴി പറഞ്ഞു തരാൻ കഴിയുമോ? അതിനെന്താ കൂട്ടുകാരാ, എൻ്റെ കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. അവർ നടന്ന് ഒരു വലിയ ഓക്ക് മരത്തിൻ്റെ അടുത്തെത്തി. മക്കളെ, നിങ്ങൾ ഇതുവഴി വന്നത് നന്നായി. കാടിൻ്റെ സന്തുലനാവസ്ഥ ദുർബലമാണ്. അങ്ങ് വടക്ക് ഒരു നിഴൽ വളരുന്നു, അത് വളരെ അപകടമാണ്. പേടിച്ചിട്ട് ഇപ്പോൾ ഇതുവഴി ഒരു ജീവികളും വരുന്നില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഞാൻ എന്ത് ചെയ്യണം? എന്നോട് പറയൂ, എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. പൂർണ്ണചന്ദ്രന് കീഴിൽ പൂക്കുന്ന ഒരു അപൂർവ സസ്യമായ മൂൺ ഫ്ലവർ അകലെ ഒരു പാറമേലുണ്ട്. അതിൻ്റെ പ്രകാശം നിഴലുകളെ അകറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? പക്ഷേ അവിടേക്കുള്ള യാത്ര വളരെ അപകടകരമാണ്. ശരി, ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടാം. അങ്ങനെ ഫിന്നും കുരുവിയും മൂൺ ഫ്ലവർ തേടിയുള്ള യാത്ര ആരംഭിച്ചു. വഴിയിൽ പല അപകടങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവർ ഒരു മലയുടെ മുകളിലുള്ള വലിയ തിളങ്ങുന്ന ഗുഹയോടുകൂടിയ മരത്തിനടുത്തെത്തി. ഒരുപാട് തിളങ്ങുന്ന മിന്നാമിന്നികളുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശത്തിൽ അവർ അവിടെയെല്ലാം മൂൺ ഫ്ലവർ തിരഞ്ഞു. അവസാനം പ്രകാശം പരക്കുന്ന മൂൺ ഫ്ലവറിനരികെ അവരെത്തി. ഫിൻ മൂൺ ഫ്ലവർ പറിച്ചുകൊണ്ട് വേഗം ഓക്ക് മരത്തിനരികിലേക്കെത്തി. പെട്ടെന്ന് നിഴലുകളെ തുരത്തിക്കൊണ്ട് മൂൺ ഫ്ലവറിൻ്റെ വെളിച്ചം കാറ്റിൽ പരന്നു. എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഓക്ക് മരത്തിനും എല്ലാവർക്കും വളരെ സന്തോഷമായി. കാടിനെ രക്ഷിച്ച ഫിന്നിനോടും കുരുവിയോടും എല്ലാവരും നന്ദി പറഞ്ഞു. ഒടുവിൽ ഫിന്ന് സ്വന്തം കാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ആ കാടും കാട്ടിലെ മൃഗങ്ങളും സസ്യങ്ങളും എല്ലാവരും എക്കാലവും അവരുടെ രക്ഷകനായി ഫിന്നിനെ ഓർത്തു.